നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇലക്ഷൻ്റെയൊക്കെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂസ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇരട്ട വോട്ടുകളുടെയൊക്കെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് ഒന്നിൽ കൂടുതൽ ലിസ്റ്റിലുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് കയറുക. ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ വെബ്സൈറ്റാണ്. അതിനുശേഷം ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗെറ്റ് ബൂത്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ പേരുകളും അവയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമുക്ക് വേണ്ടത് ഇലക്ട്രോൾ റോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. മെയിനായിട്ട് എടുക്കേണ്ടത് ഇവിടെ ഡേറ്റ് വെച്ച് നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 20/3/2021 അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF പോലെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത PDF. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ പ്രസിദ്ധീകരിച്ച ഡേറ്റ് അതായത് 20/3/2021 ഈ ഒരു ലിസ്റ്റ് അവസാനമായിട്ട് പുറത്തിറക്കിയത്. അങ്ങനെ നമ്മുടെ ആ ഒരു വാർഡിൻ്റെ കാര്യങ്ങളും ഒപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാനുള്ളത് താഴേക്ക് വരുമ്പോൾ ഉള്ള ഈ ലിസ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ വട്ടം വോട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് നോക്കുക. പക്ഷേ നമുക്കിവിടെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PDF നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഈ PDF ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് നിങ്ങളിങ്ങനെ നോക്കുന്നതിനനുസരിച്ച് വരുവാണെങ്കിൽ ആ ഒരു പേരിൻ്റെ അടുത്തായിട്ടായിരിക്കും നിങ്ങളുടെയും പേര് വരുന്നത്. സോ അത് അങ്ങനെ നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കുക. ഈ ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് തരുന്നതും. ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഓരോ പാർട്ടിക്കാർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതും ഈ ഒരു ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.